നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഡോക്ടർ രാജശ്രീസ് ഹെയർ തോട്ട്സിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ആയുർവേദ ചികിത്സയിൽ ഒഴിച്ചുകൂടാൻ വയ്യാത്ത ഒന്നാണ് അരിഷ്ടാസവങ്ങൾ. ദശമൂലാരിഷ്ടം, ജീരകാരിഷ്ടം, അഭയാരിഷ്ടം തുടങ്ങിയവയൊക്കെ എല്ലാവർക്കും സുപരിചിതമായിരിക്കും. എന്നാൽ അതുപോലെ തന്നെ ഈ ശാസ്ത്രത്തിന് ഏറ്റവും അധികം ചീത്തപ്പേര് കേൾപ്പിച്ചിട്ടുള്ള ഒരു ഫോർമുലേഷൻ കൂടിയാണ് ഈ അരിഷ്ടാസവങ്ങൾ. പലപ്പോഴും ലിവർ ഡാമേജുമായിട്ട് അലോപ്പതി ഡോക്ടർമാരുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ അവർ പലരോടും ചോദിക്കുന്നതായിട്ട് കേട്ടിട്ടുണ്ട്, നിങ്ങൾ വല്ല ആയുർവേദ മരുന്നും കഴിച്ചിട്ടാണോ ഇങ്ങനെ ഉണ്ടായത് എന്നുള്ളത്. അപ്പോൾ അത്തരത്തിൽ ഈ ലിവർ ഡാമേജിൻ്റെ ഒരു കുറ്റം ആയുർവേദ മരുന്നുകളിൽ, പ്രത്യേകിച്ച് അരിഷ്ടാസവങ്ങളിൽ ചാരി വെക്കുന്നത് നമ്മൾ കുറച്ച് കാലങ്ങളായിട്ട് കണ്ടുവരികയാണ്. അരിഷ്ടാസവങ്ങൾ ഇത്രയ്ക്കും അപകടം പിടിച്ചതാണോ എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. അരിഷ്ടാസവങ്ങൾ ഉണ്ടാക്കുന്നത് പച്ചമരുന്നുകളുടെ കഷായങ്ങൾ, നീരുകൾ, ശർക്കര, പഞ്ചസാര, തേൻ, നാച്ചുറൽ ഫെർമെൻറ്റിങ് ഏജൻ്റ് ആയിട്ടുള്ള താതിരിപ്പൂ പോലുള്ളവ ഇതൊക്കെ ചേർത്ത് 15 അല്ലെങ്കിൽ 30 ദിവസം വരെ കെട്ടിവെച്ച് പുളിപ്പിക്കാൻ അനുവദിച്ചിട്ടാണ്. അതുകൊണ്ട് അതിൽ സെൽഫ് ജനറേറ്റഡ് ആയിട്ടുള്ള അരിഷ്ടങ്ങൾ അല്ലെങ്കിൽ ആസവങ്ങൾ ഉണ്ടാകുന്നു. ഇതിനെ അരിച്ചെടുത്താണ് നമ്മൾ ഔഷധ രൂപേണ ഉപയോഗിക്കുന്നത്. അങ്ങനെ ഉപയോഗിക്കുന്ന ഈ ഒരു അരിഷ്ടത്തിലോ ആസവത്തിലോ ഒക്കെ 5 മുതൽ 10% വരെയാണ് ആൽക്കഹോൾ കണ്ടൻറ്റ്. നമ്മൾ വീട്ടിലൊക്കെ വൈനൊക്കെ ഉണ്ടാക്കാറില്ലേ, അതേപോലെയൊക്കെ വളരെ വീര്യം കുറഞ്ഞവയാണ് അരിഷ്ടാസവങ്ങൾ. ഫോർമുലേഷൻ അനുസരിച്ച് ഈ 5 മുതൽ 10 വരെ എന്നുള്ള പെർസെൻറ്റേജിൽ വ്യത്യാസമൊക്കെ ഉണ്ടാവും. ഏകദേശം 400 ml മുകളിൽ ബിയർ കഴിക്കുമ്പോഴാണ് അത് ബ്രെയിനിനെ എഫക്റ്റ് ചെയ്ത് തുടങ്ങുന്നത്. അതിനേക്കാൾ കുറവ് ആൽക്കഹോൾ കണ്ടൻറ്റുള്ള അരിഷ്ടാസവങ്ങൾ നമ്മൾ ഡെയിലി ഡോസിൽ 30 മുതൽ 50 വരെ ml മാത്രമാണ് ആയുർവേദത്തിൽ കഴിക്കാൻ വിധിക്കുന്നത്. അതൊരു ഔഷധം എന്ന രീതിയിലാണ് ഉപയോഗിക്കുന്നത്. ലൈഫ് ലോങ് ഇത് കഴിക്കാൻ ആരും നിർദ്ദേശിക്കാറുമില്ല. ആൾക്കാർക്ക് പൊതുവെ ഒരു ധാരണയുണ്ട്, ആയുർവേദത്തിലുള്ള എല്ലാ മരുന്നുകളും സൈഡ് എഫക്റ്റ് ഇല്ലാത്തത് കൊണ്ട് തോന്നിയ പോലെ നമുക്ക് വാങ്ങി ഉപയോഗിക്കാം എന്നുള്ളത്. ആ ഒരു പ്രവണത ഒരു കാരണവശാലും ശരിയല്ല. പാർശ്വഫലങ്ങൾ വളരെ കുറവാണെങ്കിലും എന്ത് മരുന്ന് കഴിക്കുന്നു, എത്ര അളവിൽ കഴിക്കുന്നു എന്നതിനൊക്കെ വ്യക്തമായ നിയമങ്ങൾ ആയുർവേദത്തിലുണ്ട്. ഒരു വൈദ്യൻ്റെ നിർദ്ദേശം കൂടാതെ ഒരിക്കലും മരുന്ന് കഴിക്കരുത്. അത്തരത്തിൽ കൂടിയ അളവിൽ അരിഷ്ടാസവങ്ങൾ സ്വയം വാങ്ങിക്കഴിച്ച് ആർക്കെങ്കിലും കരൾ രോഗമൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനൊരു ശാസ്ത്രശാഖയെ മൊത്തമായിട്ട് ആക്ഷേപിക്കുന്നത് അത്ര ശരിയായ പ്രവണതയല്ല. ലോക്ക്ഡൗൺ സമയത്ത് മദ്യപാനം ശീലിച്ചവർ അരിഷ്ടാസവങ്ങൾ അഭയം തേടിയിരുന്നു എന്ന് വളരെയധികം ഒരു പ്രചാരണം ഉണ്ടായിരുന്നു. എന്തായാലും ശരി, ഇതുകൊണ്ടൊക്കെ എനിക്ക് പറയാനുള്ളത്, എനിക്ക് പ്രേക്ഷകരായ നിങ്ങളോട് പറയാനുള്ളത്, അരിഷ്ടാസവങ്ങളിൽ ആൽക്കഹോൾ കണ്ടൻറ് ഉണ്ട്. അമിതമായാൽ അമൃതും വിഷം തന്നെയാണ് എന്നത് മാത്രമാണ്. അപ്പോൾ ഇതൊക്കെ ഉപയോഗിക്കുമ്പോൾ സൂക്ഷിച്ച് ഉപയോഗിക്കുക, വൈദ്യനിർദ്ദേശത്തോടു കൂടി മാത്രം ഉപയോഗിക്കുക. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.